മട്ടന്നൂരിലെ അക്രമത്തിന് എന്തെങ്കിലും തിരിച്ചടി CPIM ചെയ്തിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ സമാധാനപൂർവമായി നടക്കണമെന്നുള്ളതും ഒപ്പം നാട്ടിലാകെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും CPMനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. ഇവിടെയാണെങ്കിൽ പയ്യാമ്പലം നിരവധി മഹാന്മാരുടെ സ്മൃതി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനൊരു വൈകാരികമായ തലം കൂടിയുണ്ട്. ഇവിടെ വർഷത്തിൽ വിവിധ നേതാക്കന്മാരുടെ അനുസ്മരണ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സ്മൃതി കുടീരം മോശമാക്കുക, എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നത് അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം നേതാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കുന്നതും മരിച്ചാലും വിടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുമാണ്. മാത്രമല്ല പയ്യാമ്പലത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഒരു വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാരുടെ സ്മാരക സ്തൂപങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. അപ്പം അത് വ്യക്തമാക്കുന്നത് ഈ അക്രമികൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ്. അപ്പം അത് തിരിച്ചറിയേണ്ടത് സമാധാന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ അലങ്കോലപ്പെടുത്തുക. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കരസ്ഥമാക്കും എന്ന നില തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുടനീളം പ്രകടമാണ്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതു വികാരമായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. ഇത്തവണ ഒരു മാറ്റമുണ്ടാവണം, LDF ജയിക്കണം. ഈ ഒരു ചിന്തയുള്ള സന്ദർഭത്തിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്തുക എന്ന ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് CPIMൻ്റെ നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് എന്നതുകൊണ്ട് തന്നെ, കേടുപാടുകൾ വരുത്തിയത് എന്നതുകൊണ്ട് തന്നെ വ്യക്തമാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഒപ്പം സമാധാനപരമായ ഒരു സാഹചര്യം ഇല്ലാതാക്കാനുള്ള നീക്കവുമുണ്ട്. കോടിയേരിയുടെ ചിത്രം, ഗ്രനൈറ്റിൽ കൊത്തിയെടുത്ത ചിത്രം വളരെ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് ഉണ്ണീക്കാനായി ആ സ്മാരക സ്തൂപം തയ്യാറാക്കിയത്. ആ ചിത്രം വികൃതമാക്കിയിരിക്കുന്നു. കോടിയേരിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ആ കോടിയേരി സ്തൂപത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അപ്പോൾ ഏതായാലും CPMനോടും ഇടതുപക്ഷത്തോടും രാഷ്ട്രീയ വിരോധമുള്ളവർ ചെയ്ത അക്രമമാണിത്. അതിൻ്റെ പിന്നിൽ സമാധാനം തകർക്കാനുള്ള ഗൂഢാലോചനയും, അക്രമകാരികളെ നിർബന്ധപൂർവം പോലീസ് കണ്ടെത്തണം. പോലീസിന് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്.